കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടോ സിഗരറ്റ് വലിച്ചതുകൊണ്ടോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ മൂസക്കുഞ്ഞ് സംസാരിക്കുന്നു എന്ന ഒരു വാചകത്തിൻ്റെ അകമ്പടിയോടുകൂടി 10 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഈയിടെ കാണാനിടയായി. ഈ വീഡിയോ പ്രചരിപ്പിച്ച വ്യക്തികൾ പറയുന്നത് പോലെ കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടോ സിഗരറ്റ് വലിച്ചതുകൊണ്ടോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടർ ഉദ്ദേശിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. ആ രീതിയിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ 10 മിനിറ്റ് വീഡിയോ പൊതുവെ സാമാന്യ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ, ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എൻ്റെ ചില സുഹൃത്തുക്കൾ തന്നെ ഈ വീഡിയോ എനിക്ക് അയച്ചു തരികയുണ്ടായി. ഈ വീഡിയോ കേട്ട് അവർക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായി എന്നതുകൊണ്ടാണ് അവർ ആ വീഡിയോ എനിക്ക് അയച്ചത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് 10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിലെ ചെറിയൊരു ഭാഗത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. ആദ്യത്തെ ഒരു 2 മിനിറ്റിനെ കുറിച്ച് മാത്രമാണ് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ 2 മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഞാൻ നോക്കി വായിക്കാം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ വളരെയധികം കൺഫ്യൂഷനുള്ള ഒരു സംഗതിയാണ്. ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ട് വരുന്നു? ചിലർ പറയും സ്മോക്കിംഗ് കൊണ്ടാണ്, ചിലർ പറയും വ്യായാമം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ചിലർ മാനസിക സംഘർഷം, അതല്ലെങ്കിൽ ടെൻഷൻ, ചിലപ്പോൾ പറയും അമിതമായ ഭക്ഷണം, അത് ഇറച്ചി കഴിക്കുന്നതുകൊണ്ട്, മുട്ട കഴിക്കുന്നതുകൊണ്ട്, അതല്ലെങ്കിൽ ഓയിൽ, കോക്കനട്ട് ഓയിൽ, മറ്റു ഓയിൽ, അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങളും പറയും. എന്നാൽ ഇതൊക്കെ കുറേയൊക്കെ കാരണങ്ങളായിരിക്കാം. എന്നാലും പൂർണ്ണമായിട്ടും ഇതൊന്നും മൊത്തം ഇതുകൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് രോഗികളെ കാണുന്നുണ്ട്. ഒരു ജീവിതത്തിൽ സ്മോക്ക് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ഡ്രിങ്ക് ചെയ്തിട്ടില്ല, ഫുൾ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് പോലുമില്ല, അല്ലെങ്കിൽ നല്ലപോലെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യയിലെ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ, അതുപോലെ റെസ്ലർ, റെയിൽവേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ സ്പോർട്സ് കോട്ടയിൽ കിട്ടിയ ജോലിക്കാരുണ്ടാവും. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ, ഇന്ത്യൻ റെസ്ലർ, അതുപോലത്തെ ഒരുപാട് പേര്. അവരൊക്കെ ഞങ്ങളോട് ചോദിക്കും, എക്സസൈസ് വേണമെന്ന് പറയുന്നു, ഞങ്ങൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരാണ്, എന്തുകൊണ്ട്? അതിനൊന്നും ഉത്തരമില്ല. സോ ഈ വക കാര്യങ്ങൾ ഒരു പരിധി വരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത രീതി, ഭക്ഷണമാണെങ്കിലും വ്യായാമമാണെങ്കിലും ദിവസം 1 മണിക്കൂർ മിതമായ വ്യായാമം, എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയുമൊക്കെയാണ് അദ്ദേഹം ആദ്യത്തെ ഒരു 2 മിനിറ്റിനകത്ത് പറഞ്ഞത്. വളരെ കൃത്യമായി അക്ഷരാർത്ഥത്തിൽ നോക്കിയാൽ കൊളസ്ട്രോൾ കൂടിയതുകൊണ്ടോ സിഗരറ്റ് വലിച്ചതുകൊണ്ടോ ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും ഇതൊന്നും മൊത്തം ഇതുകൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അത് ശരിയാണ് താനും. വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞതുപോലെ നന്നായി എക്സസൈസ് ചെയ്യുന്നവർക്ക് ഹൃദ്രോഗം വരുന്നില്ലേ? ഉണ്ട്. പുകവലിയേ ഇല്ലാത്ത, ശീലമേ ഇല്ലാത്ത ആൾക്കാർക്ക് ഹൃദ്രോഗം വരുന്നില്ലേ? ഉണ്ട്. അതും ശരിയാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും പൊതുജനങ്ങൾക്ക് ഹൃദ്രോഗ സംബന്ധിയായ വിവരങ്ങൾ പകർന്നു നൽകുന്ന ഒരു ഡോക്ടർ പുകവലി ശീലത്തിൻ്റെ അപകടത്തെക്കുറിച്ചും എക്സസൈസിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവരോട് പറയേണ്ടത് ആവശ്യമല്ലേ? അതും ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പുകവലിയുടെ കാര്യമൊന്ന് നോക്കാം. അമേരിക്കയിൽ നടന്നിട്ടുള്ള പഠനങ്ങളിൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ എത്തിയിട്ടുള്ളൊരു നിഗമനം, ഹൃദ്രോഗ സംബന്ധിയായി ഉണ്ടാകുന്ന മരണങ്ങളിൽ 1/3 പുകവലി കാരണമാണ് എന്നാണ്. ഹൃദ്രോഗത്തിന് ഉള്ള വിവിധ കാരണങ്ങളിൽ നമുക്ക് നിശ്ചയമായും അകറ്റി നിർത്താൻ പറ്റുന്ന, ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാരണമാണ് പുകവലി. അതിലൊരു തർക്കവുമില്ല. സ്മോക്കിംഗ് റെപ്രസെൻറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിവെൻറ്റബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എത്തിറോസ്ക്ലെറോസിസ്. ഇത് ഈ പല പഠനങ്ങളിലൂടെ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. തീരെ പുകവലിക്കാത്തവർക്ക് ഹൃദ്രോഗം വരുന്നുണ്ട് എന്നത് പുകവലി ഹൃദ്രോഗത്തിന് കാരണമല്ല എന്ന് പറയാനുള്ളൊരു
തെളിവല്ല, ഒരു റീസണല്ല. പൂർണ്ണമായിട്ടും മൊത്തം ഇതുകൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നത് ശരി തന്നെയാണ്. ഒരു വിശാലമായ അർത്ഥത്തിൽ ഹൃദ്രോഗ കാരണങ്ങളെ രണ്ടായി വിഭജിക്കാം: ജനിതക കാരണങ്ങളും പാരിസ്ഥിതിക കാരണങ്ങളും. ജനറ്റിക് ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പൊതുവേ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് വ്യാപകമായി നമ്മുടെ വിദ്യാഭ്യാസ പരിപാടികൾക്കൊക്കെ ഉൾപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യ ഘടകമെന്ന നിലയിൽ പ്രചരിപ്പിക്കപ്പെടുന്നതാണ്, പലർക്കും പരിചിതവുമാണ്. അതാണ് നമ്മൾ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമിതഭാരവും അമിത ശരീരഭാരവും അതിൻ്റെ അകമ്പടി രോഗങ്ങളായിട്ടുള്ള പ്രമേഹം, ഉന്നതമായ രക്തസമ്മർദ്ദം, ഇവ കാര്യങ്ങൾ. ഒപ്പം തന്നെ വ്യായാമക്കുറവ്, പുകവലി ശീലം, ഇതൊക്കെ നമുക്ക് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സായിട്ട് എടുക്കാം. ഈ പാരിസ്ഥിതിക കാരണങ്ങൾക്ക് പുറമെ ജനിതക കാരണങ്ങളുമുണ്ട്. മനുഷ്യരുടെ ജനിതക വസ്തുവായ DNA-യിലെ ഒരൊറ്റ ന്യൂക്ലിയോടൈഡ് വരുന്ന മാറ്റങ്ങൾ, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം എന്ന് പറയും, SNP, SNPs എന്ന് പറയും. ഇതിൽ ഇത്തരത്തിലുള്ള സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസങ്ങൾ 396 ഇന്ന് ഹൃദ്രോഗത്തിന് കാരണമാവാൻ സാധ്യതയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്നതല്ല, നമ്മുടെ ജനിതക ഘടനയുടെ ഭാഗമാണ്. ഈ ജനിതക കാരണങ്ങൾ മാത്രമായോ പാരിസ്ഥിതിക കാരണങ്ങൾ മാത്രമായോ അല്ല ഹൃദ്രോഗം ഉണ്ടാകുന്നത്. ഇത് രണ്ടിൻ്റെയും പരസ്പരം പ്രവർത്തനം കൊണ്ടാണ്, പരസ്പര പ്രതിപ്രവർത്തനം കൊണ്ടാണ്. ഇത് രണ്ടും പ്രധാനമാണ്. All cases of cardiovascular disease have a complex multifactorial etiology. Neither genetic nor environmental agents acting independently cause disease. Disease develops as a consequence of interactions between the initial conditions coded in the genotype and exposure to environmental agents. ഇവിടെ നമുക്കൊരു കാര്യം ആലോചിക്കാവുന്നതാണ്. 2012 പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നത്, ഇന്ത്യയിൽ ഹൃദ്രോഗത്തിൻ്റെ ഇൻസിഡൻസ്, വ്യാപകത്വം 40 വർഷം കൊണ്ട് 4 മടങ്ങ് വർദ്ധിച്ചുവെന്ന്. അപ്പോൾ ഈ 40 വർഷം കൊണ്ട് ഇന്ത്യക്കാരുടെ ജനിതക ഘടനയിൽ നമ്മളീ പറഞ്ഞ സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസത്തിൻ്റെ ഒക്കെ ഇൻസിഡൻസിൽ യാതൊരു തരത്തിലുള്ള വ്യതിയാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. ജനിതക ഘടനയൊക്കെ അതുപോലെ നിലനിൽക്കുമ്പോൾ തന്നെയും ഈ രോഗത്തിൻ്റെ വ്യാപകത്വം 4 മടങ്ങ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പാരിസ്ഥിതിക കാരണങ്ങളാണ്. 2 തരം കാരണങ്ങളല്ലേ ഉള്ളൂ, ജനിതക കാരണങ്ങളും പാരിസ്ഥിതിക കാരണങ്ങളും. ജനിതക കാരണങ്ങളിൽ മാറ്റമില്ലാതിരിക്കെ പാരിസ്ഥിതിക കാരണങ്ങൾ മാത്രമാണ് പിന്നീട് ഈ 4 മടങ്ങ് ഉള്ള വർധനവിന് കാരണമായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. പാരിസ്ഥിതിക കാരണങ്ങൾ അമിത ശരീരഭാരം, അനുബന്ധിച്ചിട്ടുള്ള അമിതമായ രക്തസമ്മർദ്ദം, പ്രമേഹ രോഗം, പിന്നെ ഉയർന്നു നിൽക്കുന്ന പുകവലിയുടെ ശീലം. ഇന്ത്യയിലെ പുരുഷന്മാരിൽ 25%, 4/1 പുകവലിക്കാരാണെന്നാണ് കണക്കുകൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ആലോചിക്കാവുന്ന മറ്റൊരു കാര്യം, ഈ പാരിസ്ഥിതിക കാരണങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. പുകവലി പൂർണ്ണമായും പാടെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിക്കാം. വ്യായാമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എല്ലാവരെയും ബോധവാന്മാരാക്കി എല്ലാവരും ആവശ്യത്തിന് വ്യായാമം ചെയ്യുന്ന ഘട്ടമെത്തിയെന്ന് വിചാരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും ഒരാൾക്ക് പോലും ഹൃദ്രോഗം ഇല്ലാതിരിക്കുന്ന ഒരു ഉട്ടോപ്യൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ഈ പാരിസ്ഥിതിക ഘടകങ്ങളുടെ നിയന്ത്രണം, പുകവലിയുടെ നിയന്ത്രണം, അമിതമായ രക്തസമ്മർദ്ദത്തിൻ്റെ നിയന്ത്രണം, അമിത ശരീരഭാരത്തിൻ്റെ നിയന്ത്രണം, വ്യായാമം കൂടൽ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് നേടാൻ കഴിയുക? നമുക്ക് ഈ 40 വർഷം കൊണ്ട് 4 ഇരട്ടിയായി വർദ്ധിച്ച ഈ ഹൃദ്രോഗത്തിൻ്റെ വ്യാപകത്വത്തെ ഒന്ന് നിയന്ത്രിക്കാൻ, ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് വരാം. ഒരു ഉദാഹരണം പറയാം. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. അമിതമായ വേഗതയിൽ വണ്ടി ഓടിക്കാതിരിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റോ ഹെൽമെറ്റോ ഉപയോഗിക്കുക, വളരെ മോശമായ കാലാവസ്ഥ, വലിയ മഴയൊക്കെ ഉള്ള സമയത്ത് വണ്ടി ഓടിക്കാതിരിക്കുക, ഉറക്കം വരുന്ന സമയങ്ങളിൽ ആ സമയങ്ങളിൽ വണ്ടി ഓടിക്കാതിരുന്നത് പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെയുള്ളതൊക്കെ റോഡ് ആക്സിഡൻറ്റുകൾ കുറക്കാൻ ഉപയുക്തമായ നിർദ്ദേശങ്ങളാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ഓരോന്നും എടുത്ത് ഇതുകൊണ്ട് മാത്രമാണോ
ആക്സിഡൻ്റ് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്നതിൽ വലിയ കഥയില്ല. എല്ലാ ആക്സിഡൻറ്റുകളും ഒരിക്കലും ഓടുമ്പോൾ ഉറങ്ങാത്ത ആൾക്കാർ അവർക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നില്ലേ? എത്രയോ ശ്രദ്ധിച്ചോടിച്ച് വളരെ സൂക്ഷിച്ചോടിക്കുന്നവർക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നില്ലേ? എപ്പോഴും സീറ്റ് ബെൽറ്റ് മാത്രം ഉപയോഗിക്കുന്നവർക്കും ആക്സിഡൻ്റ് ഉണ്ടാകുന്നില്ലേ? അപകടങ്ങൾ ഉണ്ടാകുന്നില്ലേ? ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടും ആക്സിഡൻറ്റിൽ പെടുന്നവരില്ലേ? ഉണ്ട്. ഏറ്റവും നല്ല കാലാവസ്ഥയിൽ പോലും ആക്സിഡൻറ്റിൽ പെടുന്നവരില്ലേ? ഇതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് തീർച്ചയായും നല്ല ഉപദേശമാണെന്നുള്ള സംശയമില്ല. അപ്പോൾ നമ്മൾ ആക്സിഡൻറ്റുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് തെറ്റില്ല. അത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഒഴിവാക്കി ഈ എല്ലാവിധമായ അശ്രദ്ധകളും ഒഴിവാക്കുകയും വളരെ സേഫായി മാത്രം ഡ്രൈവ് ചെയ്യും ആൾക്കാർ ചെയ്താൽ പോലും എല്ലാ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളും ഒഴിവാവുകയില്ല. അത് നമുക്കറിയാം. അങ്ങനെ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ ഒരു ഹൃദ്രോഗ മരണമോ ഇല്ലാത്ത ഒരു ഉട്ടോപ്പിയൊന്നും ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതൊക്കെ അറിയുമ്പോഴും ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും പ്രസക്തമാണ്, അനുസരിക്കേണ്ടതാണ്. ഇതൊക്കെ അനുസരിച്ചാലും ഒരാളും അപകടത്തിൽപ്പെടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ധാരാളമായി അപകടത്തിൽപ്പെടുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ധാരാളമായി ഹൃദ്രോഗബാധിതരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ചിന്തിച്ചു പോയേക്കാം, ഈ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാലും ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ എന്നവർ ചിന്തിച്ചു പോകാം. എങ്കിലും ഡ്രൈവർമാർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ, സാമാന്യ ജനങ്ങളുടെ ആരോഗ്യ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായും സുരക്ഷിതമായ പ്രാക്ടീസസിനെ കുറിച്ച്, ഒഴിവാക്കേണ്ട എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറിയ സംഗതി കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഹൃദ്രോഗത്തിന് കാരണമാകുമെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതായി ഡോക്ടർ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. തീർച്ചയായും ശരിയായൊരു കാര്യമാണിത്. അങ്ങനെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഹൃദ്രോഗത്തിന് കാരണമാകുമെന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. അങ്ങനെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വസ്തുതാവിരുദ്ധമായൊരു കാര്യമാണ്. ഉദാഹരണത്തിന് ലോകത്തുള്ള വിവിധ ഹണ്ടർ ഗാദറർ സൊസൈറ്റീസിൽ നടന്ന പഠനങ്ങളിൽ അവരുടെ ഹൃദ്രോഗ വ്യാപകത്വം കുറഞ്ഞു കാണുന്നത് കണ്ടിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഭക്ഷണം വെജിറ്റേറിയൻ അല്ല. അവരൊക്കെ മീൻ പിടിച്ചും നായാടിയുമൊക്കെ വെജിറ്റേറിയൻ അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഒപ്പം ഈ ഫലമൂലാദികളും കായ്കനികളൊക്കെ അവർ കഴിക്കുന്നുണ്ട്. എന്നാൽ കേവലം ഫലമൂലാദികളും കായ്കനികളും മാത്രം കഴിച്ചു കഴിയുന്ന ഹണ്ടർ ഗാദറേഴ്സ് എന്നുള്ളത് ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ്. അങ്ങനെ ആരുമില്ല. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഉൾപ്പെടുത്തുന്നു എന്നതുകൊണ്ട് അത് ഹൃദ്രോഗത്തിന് സാധ്യത കൂടുന്നു എന്നൊന്നും നമ്മൾ പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. കഴമ്പില്ലാത്ത വാദങ്ങളാണ് ഇതൊക്കെ. ഈ 10 മിനിറ്റ് വീഡിയോയിലെ ആദ്യത്തെ 2 മിനിറ്റിലെ കുറിച്ചിട്ട് എൻ്റെ ഈ കമൻറ്റുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഉപസംഹാരമായി ഇത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് പോലെ സിഗരറ്റ് വലിച്ചതുകൊണ്ടോ കൊളസ്ട്രോൾ വർദ്ധിച്ചതുകൊണ്ടോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയില്ല എന്നൊന്നും ആ വീഡിയോയിൽ ഡോക്ടർ പറയുന്നില്ല. ഈ പരാമർശിക്കപ്പെട്ട വീഡിയോ പ്രചരിപ്പിക്കുന്നവർ ദയവായി അവരുടെ വകയുള്ള ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ചേർത്ത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ ആൾക്കാരിൽ ഉണ്ടാക്കരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.